നമ്മുടെ ആറന്മുള മണ്ഡലത്തിൽ നമ്മുടെ ഒരു ചെറിയ ചാവട്ടത്ത് നടന്ന മാറ്റങ്ങൾ, നിർമ്മാണ പ്രവർത്തനങ്ങൾ വിലയിരുത്തിക്കൊണ്ടുള്ള നമ്മുടെ യാത്ര തുടരുകയാണ്. ഇന്ന് ഞങ്ങള് ഉള്ളത് നമ്മുടെ ആറന്മുള വള്ളംകളി നടക്കുന്ന സത്രക്കടവിന്റെ സമീപത്താണ്. ഇന്ന് ഇവിടെ വരാനുള്ള കാരണം, നമുക്കറിയാം നമ്മുടെ വള്ളംകളി നടക്കുന്ന സമയത്ത് ഇവിടെ ഒരു താൽക്കാലിക ഷെഡ് പണിത് അവിടെയായിരിക്കും ആളുകൾ വന്നിരിക്കുന്നതും വള്ളംകളി ആസ്വദിക്കാനെ കൊണ്ടുള്ള സെറ്റപ്പ് എല്ലാം അങ്ങനെ ആ രീതിയിലായിരിക്കും ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ഒരു സ്ഥിരമായ പവലിയൻ നിർമ്മാണത്തിനുള്ള നിർമ്മാണ അംഗീകാരം ലഭിച്ചിരിക്കുന്ന വിവരം എല്ലാവരെയും അറിയിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഞങ്ങൾ ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്നത്. 10 കോടി രൂപ വീണ ജോർജിന്റെ ഇടപെടലോടുകൂടി അനുവദിച്ച് ഇവിടെ ഉടനെ തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ പോവുകയാണ്. PWD റെസ്റ്റ് ഹൗസ് ആണ് കാണുന്നത്, ആറന്മുളയിലാണ്. തൊട്ടടുത്താണ് ആറന്മുള ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ആറന്മുള ക്ഷേത്രത്തിൽ വരുന്ന സഞ്ചാരികൾക്കും അല്ലെ ഇവിടെ വരുന്ന ഭക്തർക്കും താമസിക്കാനായി ഗവൺമെന്റിന്റെ ചെറിയ വാടകയിൽ തന്നെ ഇവിടെ അത്യാധുനിക സംവിധാനങ്ങളോടുകൂടി താമസിക്കാനുള്ള AC റൂമുകളൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. ഓൺലൈൻ സംവിധാനമൊന്നും ഇത് കൂടുതൽ ആളുകളിലേക്ക് എത്തപ്പെടാതെ പോയ ഒരു സംഭവമാണ് PWD റെസ്റ്റ് ഹൗസ്. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ പിണറായി സർക്കാരിന്റെ കാലത്താണ് ഇത് ഓൺലൈൻ സംവിധാനത്തിലേക്ക് മാറ്റുകയുണ്ടായത്. ഓൺലൈനോട്ട് മാറ്റുക ആ സാഹചര്യത്തിൽ ഒരുപാട് ബുക്കിങ്ങുകൾ വരുന്നുണ്ട്. എല്ലാ PWD റെസ്റ്റ് ഹൗസും കാർഡ് പിടിച്ചു കിടന്നത് എല്ലാം മാറി നല്ല രീതിയിലേക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ തുടങ്ങി. അപ്പൊ മുമ്പേ പറഞ്ഞ പോലെ ഇതാണ് നമ്മുടെ ആറന്മുള സത്രക്കടവ്. ഇവിടെയാണ് പവലിയൻ വരുന്നത്, സ്ഥിരം പവലിയൻ. ഇപ്പോൾ മന്ത്രിസഭയുടെ അംഗീകാരം ലഭിച്ചിട്ടുണ്ട്. മുൻകാലങ്ങൾ ഒരുപാട് നാളായിട്ട് നമ്മുടെ കരയോഗങ്ങളുടെയും ഇതുപോലെ പള്ളിയോട സേവനങ്ങളുടെ ആവശ്യമായിരുന്നു ഇവിടെ ഒരു സ്ഥിരം പവലിയൻ ഒരുക്കണമെന്നുള്ള വള്ളംകളി ആസ്വദിക്കുവാനും സമ്മാനദാനം നടക്കുന്ന സ്ഥലമാണ്. ഇവിടെയാണ് തിരിച്ചും പോയിട്ടും അതുപോലെ തന്നെ സമ്മാനദാനം എല്ലാം നടക്കുന്നത് ഞങ്ങൾ താൽക്കാലികമായി ശ്രദ്ധ അടിച്ചുകൊണ്ടാണ് ഇവിടെ ഇത്തരം വള്ളംകളി നടത്തുന്നത്. ഇനി അതൊരു സ്ഥിരം സംവിധാനമായി മാറാൻ പോവുകയാണ്. ഇത് നമ്മുടെ MLA ബഹുമാനപ്പെട്ട ആരോഗ്യ വകുപ്പ് മന്ത്രി ഇടപെടലുണ്ടായിരുന്നു. അങ്ങനെ ആറന്മുള മണ്ഡലത്തിൽ അല്ലെങ്കിൽ ആറന്മുള പഞ്ചായത്തിൽ നമ്മുടെ പ്രദേശത്തുണ്ടായ മാറ്റങ്ങളാണ് നമ്മൾ